ഒരു പെരേ ചെന്നു. അപ്പോൾ പെരക്കാരൻ പറഞ്ഞു, ഉസ്താദേ 3 പെൺകുട്ടികളുണ്ട്, അടുത്തതെങ്കിലും ഒരു ആൺകുട്ടിയാകാൻ വേണ്ടി ദോരപ്പ് കൊണ്ടുവരണം. അപ്പം ഞാൻ ചോദിച്ചു, അതിപ്പോൾ എന്തിനാ ഇനിയിപ്പോൾ ഒരു ആൺകുട്ടി എന്ന് ചോദിച്ചു. ഞാൻ പൊതുവെ അങ്ങനെ തമാശ ഒന്നും പറയലില്ല, എന്നാലും അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പറയാം. അങ്ങനെയാണ് ആൾക്കാർ ഞാൻ തമാശ പറയുന്ന പറഞ്ഞത്, പക്ഷെ ഞാൻ അങ്ങനെ പറയലില്ല, എപ്പോഴേലൊക്കെ ഒന്ന് പറയും. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പിന്നെ ഒരു ആൺകുട്ടി എന്ന് ചോദിച്ചു. അതിൽ മൂപ്പര് പറഞ്ഞു, അത് നമുക്ക് ഈ നാളും പ്രായമൊക്കെ ആവുമ്പോഴേ ദണ്ണത്തിലൊക്കെ കിടക്കുമ്പോൾ ആശുപത്രിയിലൊക്കെ ആവുമ്പോൾ മരുന്നെടുത്തൊക്കെ തരാൻ അവനാൻ്റെ വെച്ചിട്ട് ഒരു ആൺകുട്ടി വേണ്ട വെച്ചിട്ടാണ് കാരണം. എന്താ ഈ പറഞ്ഞത്, എനിക്ക് മനസ്സിലായോ? നമ്മൾക്ക് വയസ്സായി നാളും പ്രായമൊക്കെ ആയിട്ട് ദണ്ണത്ത് കിടന്നിട്ട് ആശുപത്രിയിലാവുമ്പോൾ മരുന്നെടുത്ത് തരാൻ അവനാൻ്റെ വെച്ചിട്ട് ഒരാൺകുട്ടി വേണ്ട വെച്ചിട്ടാണ് എന്ന് വേണോ? കീശയിൽ പൈസ ഉണ്ടെങ്കിലേ നേഴ്സിനെ വെച്ചാൽ അവനാൻ്റെ കുട്ടികൾ നോക്കണേനേക്കാൾ ഉഷാറായിട്ടുണ്ട്. അതിന് കീശയെ കഴിയുണ്ടായാൽ മതി. ദണ്ണത് കിടക്കുമ്പോൾ മരുന്നെടുത്ത് തരാൻ അങ്ങനെ ഒരു കുട്ടി വേണമെന്നൊന്നുമില്ല. വെറുതെ ആവശ്യമില്ലാത്ത ഈ പറഞ്ഞ ഒക്കെ അബദ്ധമാണ് എന്നുള്ളതാണ്. 1 വയസ്സാവുമ്പോൾ ദണ്ണത്ത് കിടക്കണം എന്നൊരു നിർബന്ധമില്ല. ആദ്യം അവിടെ തന്നെ പോയിക്കൊണ്ട് സംഗതി. വയസ്സാവുമ്പോൾ ദണ്ണത് കിടക്കണം എന്നൊരു നിർബന്ധമില്ലല്ലോ. ഇനി ദണ്ണത്തിലാണെങ്കിൽ തന്നെ ആശുപത്രിയിലാവണമെന്ന് അത്രയും നിർബന്ധമില്ല. പിന്നെ 3ാമത്തതാണ് മരുന്നെടുത്ത് തരാൻ നമ്മളെ കുട്ടികളെ പണിയും മരുന്നെടുത്ത് തരലാണല്ലോ, വേറെ എന്തൊക്കെ പണിയുണ്ടോ എനിക്ക്. അപ്പം അങ്ങനെ 1 ലക്ഷ്യങ്ങളെ അറിയും. അപ്പോൾ എന്നാൽ പിന്നെ അതല്ലെങ്കിൽ പിന്നെ എന്താന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തതായിട്ട് മനസ്സിലേക്ക് വരാൻ എന്താ വെച്ചാൽ കുറേ സ്വത്തും മുതലൊക്കെ അല്ലേ, അതിനൊരു അനന്തരാവകാശി വേണ്ടതെന്നാണ് പിന്നെ അടുത്തതായിട്ട് തോന്നുക. അനന്തരാവകാശികൾ അങ്ങനെ അനിവാര്യമായൊരു ഘടകമാണെങ്കിൽ അത് ആദ്യം അമ്പിയാക്കൾക്കാണ് ഉണ്ടാവേണ്ടത്, നബിമാർക്കൊന്നും അനന്തരാവകാശമല്ല.